അർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം അർമാദം ആർത്തു പൊന്തട്ടെ AKG ഇല്ലത്ത് പ്രകമ്പനം. വിജയകരമായ രണ്ടാം ടൈമിന്റെ 4ാം വർഷം അതിഗംഭീരമായി പൂർത്തിയാക്കിയിരിക്കുന്ന വേളയിൽ കോടികൾ പുട്ടടിച്ച് പരിപാടി നടത്തുമല്ലേ നിങ്ങൾ? ഞങ്ങൾ ഒരു ആഘോഷവേള നിൽക്കുമ്പോ കോടിയുടെ കൊണ്ടുവരല്ലേ കേട്ടോ. ഞങ്ങൾ ഒരു ആഘോഷ തിമർപ്പിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഖജനാവിലെ കാശെടുത്തല്ലേ ഇത് നടത്തുന്നത്. നിങ്ങൾ ആശാ വർക്കർമാരോട് എന്താ പറഞ്ഞത്? കയ്യിൽ കാശില്ല, കയ്യിൽ കാശില്ല, കയ്യിൽ കാശില്ല. പക്ഷേ കോടികൾ പൊടിച്ച് നിങ്ങൾക്ക് ആഘോഷം നടത്താൻ കാശുണ്ട്. അത് എവിടുന്ന് കിട്ടിയടോ? ആരുടെയും എടുത്ത് നിങ്ങൾ പിരിവിനി എന്നായിരുന്നു? നിങ്ങൾ ബക്കറ്റ് പിരിവ് നടത്തിയായിരുന്നു? ഞങ്ങൾ റിച്ച് പീപ്പിൾ ആണ്. നിങ്ങൾ പറിച്ച പീപ്പിൾ. വെറുതെ വന്നോളും. കണ്ണടിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ ഉണ്ടല്ലോ, നാട്ടുകാരുടെ കയ്യിൽ കാശുണ്ടല്ലോ, അത് ഞങ്ങളുടെയും കാശാണല്ലോ, ഞങ്ങൾ കൈയിട്ട് നക്കുമല്ലോ. ഞങ്ങൾ ഇത്രയും വിജയത്തിൽ നിങ്ങൾ കണ്ണുകടിച്ച കാര്യമില്ല. ഏത് വിജയം? ഞങ്ങൾ 4 വർഷം, ഔദ്യോഗികമായി പറഞ്ഞാൽ 9 വർഷം, അല്ലാതെ പറഞ്ഞാൽ 4 വർഷം. ഞങ്ങൾ 4 വർഷത്തിൽ 9 വർഷങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കണ്ണുകടിച്ചിട്ടും മാറിയിരുന്ന് കരഞ്ഞിട്ടും കാര്യമില്ല. മാറിയിരുന്ന് കരഞ്ഞോളൂ. ഞങ്ങൾ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് നടത്താത്ത എന്തായിരുന്നു? പാർട്ടിയാണോ സർക്കാർ? സർക്കാരാണോ പാർട്ടി? ഇത് സർക്കാരിന്റെ പരിപാടി എന്ന് പറഞ്ഞിട്ട് കൊടിതോരണങ്ങൾ എവിടുത്തെയായിരുന്നു? ഞങ്ങളുടെ പാർട്ടിയുടെ. ഞങ്ങളാണല്ലോ സർക്കാർ. അതെ 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 അതെ. അപ്പൊ ഈ CPIക്ക് റോളൊന്നും ഇല്ലടോ? CPI, CPM, LDF എല്ലാരും ഉണ്ട്. അല്ല, എന്നിട്ട് അവരുടെ ഫ്ലെക്സ് ഒന്നും നമ്മൾ എവിടെയും കണ്ടില്ല. ആദ്യം നിങ്ങളെ മറ്റേ പിണറായിയുടെ കൂറ്റൻ കട്ടൗട്ട് 15 കോടിയുടെ കട്ടൗട്ട് ഒക്കെ ആയിരുന്നു. 15 കോടി മുടക്കിയാണ് അവിടെ ഇവിടെ എല്ലാം കണ്ടെടുത്തെല്ലാം കൊണ്ട് ഫ്ലെക്സ് വെച്ചത്. ആ വകയിൽ 15 കോടി പിടിച്ചു. മറ്റേ സ്റ്റേജ് കെട്ടാൻ 3 കോടി. എന്തൊന്നാടോ ഇത്? ഇവിടെ എന്ത് അവസ്ഥയിലാണോ നമ്മൾ നിക്കുന്നത്? നമ്മൾ നല്ല റിച്ച്. എന്നിട്ട് കഴിഞ്ഞിടയ്ക്കും കരച്ചിലായിരുന്നല്ലോ, കേന്ദ്രം ഒന്നും തരുന്നില്ലേ, കേന്ദ്രം ഒന്നും തരുന്നില്ലേ എന്ന് പറഞ്ഞോണ്ട് കരച്ചില്. എന്നിട്ട് നയാ പൈസ ഇല്ലെന്ന് പറഞ്ഞോണ്ട് അയ്യോ മറ്റേ ആശാവർക്കർമാര് വന്നപ്പോൾ നയാ പൈസ ഇല്ല അതായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത്. കേരളത്തിന് വന്നപ്പോഴും നയാ പൈസ ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. പിന്നെ ഈ പരിപാടി നടത്താൻ ഇവിടെ നടോ കാശ് വന്നത്? ജനങ്ങൾക്ക് തരാൻ പൈസ നിന്ന് എടുത്തായിരുന്നു. ജനങ്ങൾക്ക് തരാൻ പൈസ ഇല്ല, പക്ഷെ നമ്മുടെ സർക്കാർ അതെ അതെ, ദൂരത്തിന് നമുക്ക് കാശുണ്ടല്ലോ, അതിന് നമ്മൾ എങ്ങനെ വേണേലും ഉണ്ടാവും. ഇതിന്റെ ദൂരത്തെന്ന് പറയോ? പറയാം. വിജയകരമായി പൂർത്തിയാക്കിയെന്ന് നമ്മൾ പറയണ്ടേ? ജനങ്ങളല്ലേ പറയേണ്ടത്? ജനങ്ങൾ സർക്കാർ തന്നെ പറയാം ഞങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. പിന്നെ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? വിജയിച്ച ജനങ്ങളല്ലേ പറയേണ്ടത് നിങ്ങളുടെ സർക്കാർ വിജയകരമായിരുന്നു അല്ലേന്ന്? വിജയിച്ച് മൈക്കെടുത്തോണ്ട് പുറത്തോട്ടെന്നിറങ്ങി ചോദിച്ചേ വിജയകരമായിരുന്നു എന്ന്. വിജയന്റെ ഭരണം വിജയിച്ചത് കൊണ്ടാണ് പച്ചത്തെറി വിളിക്കും പെണ്ണുങ്ങള്. അതെ, വിജയിച്ചത് കൊണ്ടാണ് ഞങ്ങൾ 4ാം വർഷത്തേക്ക് നിൽക്കുന്നത്. ആ മന്ത്രി കസേരയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയം തന്നെയാണ്. ചിന്ത കയറിയോ ഇടയ്ക്ക്? അങ്ങനെ തോന്നിയോ? ഞാൻ പിന്നെ പാർട്ടി ക്ലാസ്സിൽ പോകുന്നുണ്ട്. അത് തന്നെ, മണ്ടത്തരം വരുമ്പോൾ എല്ലാം അങ്ങനെ തന്നെ ഇടയ്ക്കിടെ ഇയാൾ ചിന്തയാകാറുണ്ട്. നല്ല ഉപ്പിലിട്ടോ? ഉപ്പിലിട്ട് വെക്കാറായെന്നാ നാട്ടുകാർ പറയുന്നത്. ആരെ? നിങ്ങളെ മുഖ്യമന്ത്രിയെ. അടുത്ത വർഷം ഉപയോഗിക്കണം. അടുത്ത വർഷം ഇപ്പഴേ എടുത്ത് ഉപ്പിലിട്ട് വെച്ചോ. അതെ, കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? വിജയൻ മറ്റേ ഇവരുടെ പാർട്ടി പരിപാടിയല്ല, സർക്കാരിന്റെ വിജയകരമായ മറ്റേ ആഘോഷവേളയിൽ പീപ്പിൾസ് ദാസൻ നരേന്ദ്രമോദി ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നല്ലേടാ? മൊട്ടം കയറി വിളിച്ചു. പിന്നെ ഞങ്ങളോട് കാണിക്കുന്ന ഈ അവഗണന രണ്ടാമത് ഞാൻ മുണ്ടും പൊക്കി കാണിച്ചേ. അങ്ങനെ ഞങ്ങൾ കാണിക്കില്ല. പിന്നെ അടിയിൽ ഒരു വശത്ത് കാവിയും മറ്റേ വശത്ത് പച്ച ആയതുകൊണ്ട് കുറെ പറയുന്നുണ്ട്. അയ്യോ മോദിയെ അങ്ങ് ചീത്ത വിളിക്കുക. മോദി വന്ന് മറ്റേ ചോട്ടിൽ നിന്നോണ്ട് ചീത്ത വിളിച്ചപ്പോഴും ഒരു അക്ഷരം മിണ്ടാതെ നാവ് വായിലുണ്ടോ എന്ന് തപ്പി നോക്കണമായിരുന്നു പിണറായിയുടെ. ഇന്നിപ്പം മോദി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചീത്ത വിളിക്കുന്നു. മോദി എന്താ കാര്യം എന്നറിയാമോ? കേരളം എന്തെന്നായിരുന്നു പറഞ്ഞത്? കേന്ദ്ര സർക്കാർ കേരളത്തോടും മറ്റ് ദക്ഷിണേന്ത്യ സംസ്ഥാനത്തോടും സ്വീകരിക്കുന്ന സമീപനങ്ങൾ ശരിയല്ല. അതെ, ഈ പിണറായിയോട് കാണിക്കുന്നത് അത് ശരിയാണ് കേട്ടോ. എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം മോദി പിണറായിയോട് കാണിക്കുന്ന ഈ നിലപാട് ശരിയല്ല അല്ലേ? മോദി പിണറായിയോ? അല്ല, മോദി കേരളത്തോട് അല്ല. എനിക്ക് പറയാനുള്ളത് മോദി പിണറായിയോട് കാണിക്കുന്ന ഈ നിലപാട് ശരിയല്ല. മോദി പിണറായിയോ? മോദി പിണറായിയോട് എന്ത് കാണിക്കുന്നു?
കാണിക്കുന്നത് ശരിയല്ല. മറ്റേ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മറ്റ് നേതാക്കളെയും ഒക്കെ നിങ്ങൾ ED-യെയും അവരെ ഇവരെയൊക്കെ ഇറക്കി തൂക്കിയെടുത്തോണ്ട് പോകുന്നു. എന്തുകൊണ്ട് പിണറായിയെ കൊണ്ടുപോകുന്നില്ല? അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിങ്കോൾഫി ആണ് എന്ന് നമുക്കറിയാം. അതെ, കരച്ചിലായിരുന്നു ഇവിടെ നിന്നോണ്ട്, കരച്ചില്. ഈ അന്വേഷണ റഡാറിൽ മുഖ്യമന്ത്രിയെയും മകളെയും ഇട്ട് വട്ടം കറക്കുന്നു എന്നേ ഉള്ളൂ. തൂക്കിയെടുത്തോണ്ട് പോകാനായിരുന്നു, എന്നെ തൂക്കിയെടുത്തോണ്ട് പോകായിരുന്നു. നേടെ നിങ്ങൾ തമ്മിലുള്ള മറ്റേ ഈ തോളെ കൈയിട്ടുള്ള നീക്കമൊന്നും നമ്മളോട് പറയാൻ നിൽക്കരുത് കേട്ടല്ലോ. ഇവരൊക്കെ ഇവിടെ അരിയാഹാരം കഴിക്കുന്നവരാണ് കേട്ടോ. ഇവിടെ പ്രളയം വന്നപ്പോ ഞങ്ങൾ കണ്ട് ചിലര് ഹെലികോപ്റ്ററിൽ തമിഴ്നാട് വരെ വന്ന് കേരളം നോക്കിയില്ല. അതെ, ഇങ്ങനെയുള്ളവരോട് ഞങ്ങള് ഡിങ്കോൾഫി എന്ന്, ഇങ്ങനെയുള്ളവരോട് ഞങ്ങൾ ഡിങ്കോൾഫി. അതെ, അത് കേരളത്തോടുള്ള സമീപനം കേന്ദ്രത്തിന്റെ. കേരളത്തെ വട്ടം കിടക്കുന്നു. പക്ഷെ പിണറായിയെ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണം? തൂക്കിയെടുത്തോണ്ട് പോണോ? തെളിവ് കൊണ്ടുപോകാ, തൂക്കിയെടുത്തോ. തെളിവ് കൊണ്ടോ? ഒരു തെളിവും ഇല്ലാതാണല്ലോ എക്സാലോജിക്കിന്റെ പേര് അവിടെ ഇവിടെ എല്ലാം വരുന്നത്. ഒരു കുറ്റം ചെയ്യാഞ്ഞിട്ടാ ഈ എക്സാലോജിക്ക്. ഞങ്ങൾ വിജയ തിമിർപ്പിലാണ്, ആഘോഷ തിമിർപ്പിലാണ്. അതിനിടയിൽ എക്സാലോജിക്ക് കുന്തോന്ന് എടുത്തിട്ട്. അങ്ങനെ നാട്ടുകാരുടെ കാഴ്ചയിൽ നിങ്ങൾക്ക് കൈയിട്ട് നിൽക്കാൻ പണ്ടേ നിങ്ങൾ മിടുക്കരാ. നിങ്ങൾ എത്രയോ തവണ തെളിയിച്ചു. അത് ഏത് സർക്കാരായാലും ഏത് പാർട്ടി ഭരിച്ചാലും നാട്ടുകാരെ കേട്ടോ. ഞങ്ങൾ മാത്രമൊന്നുമില്ല. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം, വയനാടിനെ പിടിച്ചു കുലുക്കിയ മണ്ണിടിച്ച്, ഇതൊക്കെ വന്നിട്ട് പോലും കേന്ദ്രം അനങ്ങിയിട്ടില്ല. പക്ഷെ കണക്കും കൊണ്ട് എല്ലാം പറഞ്ഞിട്ട് എന്തായിരുന്നു പോവാഞ്ഞത്? കണക്കും കൊണ്ട് പോയല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ പോലും നമുക്കൊന്നും മാറ്റി വെച്ചു. വയനാടിന് വേണ്ടി അവരൊന്നും തന്നില്ല. എന്ത് കേന്ദ്രമാണ്? നിർഭാഗ്യവശാൽ സംസ്ഥാനത്തെ പിന്തുണയ്ക്കാനും അതിജീവിക്കാൻ സഹായിക്കാനും ഉത്തരവാദിത്തമുള്ള കേന്ദ്രം ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിന് മൈൻഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ളവരോടാണ് മൈൻഡ് ചെയ്യുന്നുണ്ട്, മോളെ മൈൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ട് പോകുന്നത്. അല്ലേ കാണായിരുന്നു തീഹാറിൽ കിടന്ന് ബിരിയാണി തിന്നുന്ന അച്ഛനെയും മോളെയും കാണായിരുന്നു. അയ്യോ, നടക്കാത്ത. അതെ, അത് ശരിയാണ്, നടക്കില്ല. മോദി അവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. നമുക്കത് അറിയാം കേട്ടോ. സർക്കാരിന്റെ വിജയകരമായ 4ാം വർഷമാണ്. പക്ഷെ CPI അവിടെ എങ്ങും കാണാനേ ഇല്ല. CPI അങ്ങ് ഒതുക്കി. മൊത്തത്തിൽ ഇപ്പൊ ഇത് CPM-ന്റെ പാർട്ടി പരിപാടി ആക്കിയേക്കുവാ. വിജയന്റെ ഫ്ലെക്സ് മാത്രം. അപ്പൊ ഇവര് പറയും അത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, കപ്പിത്താൻ ആയതുകൊണ്ടാണ്, ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്. ഇവരുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ മറ്റേ ഇവരുടെ സർക്കാർ മറ്റേ CPM-നെ കൊണ്ട് മാത്രമാണല്ലോ ടെക്നിക്ക് കൂടും. ഞങ്ങൾ ആഘോഷത്തിലാണ്, ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. കേന്ദ്രം ഈ വിഷയത്തിൽ പൂർണ്ണമായും നിഷേധാത്മക കേന്ദ്രത്തിന്റെ കുറച്ചത് മതി. എന്നിട്ട് ഈ മോദിയെ കാണുമ്പോ നിങ്ങളുടെ പിണറായിക്ക് എന്താ നട്ടലില്ലാത്ത? അന്നേരം ചെന്നിട്ട് ഇങ്ങനെ മോദി ഒരു പബ്ലിക് വേദി വെച്ചല്ലേ പിണറായി കുറ്റം പറഞ്ഞത്? അതുപോലെ പിണറായിയും മോദിക്കെതിരെ പബ്ലിക് വേദിയെ കുറ്റം പറഞ്ഞു. പിണറായി ഇരുന്ന വേദിയിൽ വെച്ചാണ് മോദി പറഞ്ഞത്. അന്ന് നിങ്ങളുടെ പിണറായി എന്താ ഒരു അക്ഷരം മിണ്ടാതിരുന്നത്? പിന്നെ ഇവിടെ കേരളത്തിൽ കയറി വന്നിട്ട് മറ്റേ പരിപാടി പറയുന്നത് എന്തായിരുന്നല്ലോ പറയാഞ്ഞത്? അത് ഈ വേദിയിൽ മോദി ഇല്ലാത്തത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങൾ പറയാനുള്ളത് പറയാനുള്ളത് പറയും. എവിടെ പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. എവിടെ പറയണമെന്ന് പക്ഷെ എവിടെ വരയ്ക്കണമെന്ന് മോദി തീരുമാനിക്കും. ആ വരയുടെ അപ്പുറത്തോട്ട് പിണറായി പോകത്തില്ല. എന്ത് കഷ്ടമാണിത്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് വിധേയപ്പെടേണ്ടതാണ് നമ്മൾ. ആ വിധേയപ്പെടൽ മാത്രമേ നമുക്കുള്ളൂ. അതിനപ്പുറത്തൊരു പിന്നെ വിധേയപ്പെട്ട നിങ്ങളോ? വിധേയപ്പെട്ടല്ല, എന്നാലും പ്രധാനമന്ത്രിക്ക് നട്ടല് വളയ്ക്കണമെന്ന്. പ്രധാനമന്ത്രിക്ക് റെസ്പെക്ട് കൊടുക്കണ്ടേ? ആ റെസ്പെക്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനപ്പുറം ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. പീപ്പിൾസ് ദാസൻ അതെല്ലാം ചെയ്യുന്ന ആളാണ്. അതെ, ജനങ്ങളുടെ ദാസൻ. ഞങ്ങൾക്ക് അതിൽ വളരെയധികം സന്തോഷമേ ഉള്ളൂ. ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ജനങ്ങളുടെ ദാസൻ തന്നെയാണ്. കേരളം തകരട്ടെ എന്നാണ് ജനങ്ങളുടെ ദാസൻ. മറ്റേ അംഗരക്ഷകരില്ലാതെ പുറത്തോട്ടിറങ്ങിയ ജനങ്ങൾ ചീത്ത വിളിക്കും. കേരളം തകരട്ടെ എന്നാണ് മോദി പറയുന്നത്. കേന്ദ്രത്തിന്റെ ആഗ്രഹം കേരളം തകരട്ടെ, കൂടുതൽ തകരട്ടെ. ഈ വിനാശകരമായ മാനസികാവസ്ഥയാണ് കേന്ദ്ര സർക്കാരിനെ. എന്ത് കഷ്ടമാണിത്. പക്ഷെ ഞങ്ങൾ അതിജീവിച്ചില്ലേ? 9 വർഷം ഞങ്ങൾ പൂർത്തിയാക്കിയില്ലേ? ഇതൊക്കെ ഞങ്ങളുടെ ഒറ്റയ്ക്കുള്ള വിജയമാണ്. എന്തൊക്കെ CPI ഇതിന്റെ ഒപ്പിട്ടതുണ്ടെന്ന് സർക്കാർ നിങ്ങളുടെ വിജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ CPM-ന്റെ വിജയമാവുന്നില്ലേ? ഞങ്ങൾ LDF-ന്റെ വിജയം, ഞങ്ങൾ ഒന്നിച്ചു നിന്ന് നേടിയെടുത്ത വിജയം. അല്ലെ CPI സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ്. CPI CPM എല്ലാം ഉണ്ട്. LDF-ന്റെ ജയം. LDF സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇനി എന്ത് എടുത്തെടുത്ത് പറയണോ? ഓരോരുത്തരും എടുത്തെടുത്ത് പറയാം. ഞങ്ങളുടെ വിജയം. അടുത്ത ഇലക്ഷന് നിങ്ങൾ ആരുടെ മൂന്നായും കാണിക്കും? അത് കേൾക്കട്ടെ. അത് ഞങ്ങൾ ഞങ്ങൾ സീക്രട്ട് ഒരാളെ ഞങ്ങൾ ഇറക്കും, കെട്ടിത്തൂക്കി ഇറക്കും. കെട്ടിത്തൂക്കി ഇറക്കാനുള്ളതേ ഉള്ളു, അല്ലാതെ ഇവിടെ ആരും കിട്ടത്തില്ല. ഞങ്ങൾ തീരുമാനിച്ചു. ആകെ ഒരു ശൈലജയുള്ളത്.
നിങ്ങൾ വിഷമിക്കണ്ട ആ കാര്യത്തിൽ. വിഷമിക്കണോ? വിഷമിക്കും. നിങ്ങൾ അവിടെ മാറി ഇരുന്ന് കരയും. ഇത്ര കരച്ചിൽ ഞങ്ങൾ 4-ാം വർഷം ആഘോഷിക്കുന്നു. പ്രതിപക്ഷം കൂട്ടക്കരച്ചില്, ബഹിഷ്കരിച്ച് കരച്ചില്, കഷ്ടം തന്നെ. ഇവറ്റകളുടെ മോങ്ങല് കാണാൻ നല്ല രസമുണ്ട്. അതന്നെ ഈ അടുത്ത ഇടയ്ക്ക് നമ്മള് വേറെ ക്ലിഫ് ഹൗസിൽ വിജയന്റെ ഒരു കരച്ചിൽ നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു മോങ്ങല്. എന്ത് കരച്ചിൽ? അതെ, മോടെ കാര്യത്തിൽ ഒരു മോങ്ങലുണ്ട്. അത് ഞങ്ങള് നെഞ്ചു വിരിച്ച് നേരിട്ട്. അതന്നെ, അഭിഭാഷക സംഘം ക്ലിഫ് ഹൗസിലായിരുന്നു തീറ്റയും കൂടി മോളെ രക്ഷിച്ചെടുക്കുന്നതിന്. ഒന്ന് പോടോ, ഒന്ന് പോയേടോ പോ. അന്നേക്കുന്ന ഞാൻ പോകുന്നത് ആഘോഷത്തിലേക്കാണ്, ആഘോഷവേദിയിലേക്കാണ്, അല്ലാതെ തോറ്റ് പിന്മാറി പോകുന്നത്. അതെ അതെ, ഞങ്ങൾ പോയി ആഘോഷിച്ചു. അതെ, അവിടെ പോയി നിങ്ങൾ മാറിയിരുന്ന് അതെ, അവിടെ പോയി നിന്ന് മോങ്ങിയിട്ട് കരയാൻ മാത്രം വിധിക്കപ്പെട്ട പറയണം. അന്നേക്കുന്ന അങ്ങനെ കുറെ എണ്ണം. ഇവരുടെ വിജയം എന്താണെന്നറിയാവോ? ഇത് കൂട്ട മറ്റേ കുറെ എണ്ണം ഉണ്ട് മറ്റേ ജയ് വിളിക്കാൻ. അവരുള്ളിടത്തോളം കാലം ഇവരൊക്കെ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? മോദിയുടെ കാൽച്ചോട്ടിൽ കാലി നോക്കി കിടക്കും, എന്നിട്ട് അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഓലിക്കട മൂട്.